ആണ്ടവർ നാം മേയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ തന്നാച്ചേ. കഴിഞ്ഞ ഒരു വാരം നമ്മളെ കാത്തു പാലിച്ചാച്ചേ. നമ്മൾ ഇന്ന് പിന്നെയും എപ്പിസോഡ് 69 നമ്മൾ വാസിക്കുവാണ്. ഇന്ന് എപ്പിസോഡ് 69 അതായത് നമുക്ക് പാകലാം എഫെസ്യ ലേഖനം 6:15 ബി 15 വാക്യം താൻ നമ്മൾ വാസിക്കുന്നത്. നമുക്ക് പാക്കലാം. ആണ്ടവർ നമ്മളോട് എന്നെ പേശണമെന്ന് വിചാരിക്കുന്നത് അത് നമുക്ക് പേശിടാം. അതുമൂലം നമുക്ക് ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാവും. ഇங்கே 15 വാക്യത്തിൽ എന്നെ சொல்லுது, സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ഇங்கே சொல்லுது നിനക്ക് സമാധാനത്തിന് വേണ്ടി, അതായത് നീ നിനക്ക് സമാധാനം, അതായത് നമുക്ക് പീസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പേശുമ്പോൾ സമാധാനത്തോടെ അല്ലെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് അല്ലെങ്കിൽ അമീതിയായിട്ട് നമ്മൾ പേശണം എന്നിങ്ങനെ എന്നാ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായി ഉള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയ. അത് എപ്പടി നമുക്ക് ആക്കാൻ പറ്റും? കാലിനെ ചെരുപ്പാക്കിയും താൻ നമുക്ക്, അതായത് ചെരുപ്പ്, അതായത് സുവിശേഷത്തെ താൻ കാണിക്കുന്നത്. അത് സുവിശേഷം എപ്പടി നമ്മൾ പേശണമെന്ന് ചൊല്ലിയാച്ചേ, അമീതിയായിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ரொம்ப ഇതായിട്ട്, അതായത് ഇത് നമുക്ക് പാക്കണം. ഇത് മൂന്നാമത്തെ കാര്യം. നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ എന്നെ വാസിച്ചാച്ചേ, ബെൽറ്റ് അത് വളരെ വളരെ മഹത്വമുള്ള കാര്യം താൻ ഞാൻ ചൊല്ലി. ബെൽറ്റ് അത് ഇല്ലാതെ നമുക്ക് ഒരാൾക്കും യുദ്ധത്തിന് പോവുകയും മുടിയാതെ. അത് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്നെ എപ്പടി ബെൽറ്റ്, സത്യത്തിന്റെ ബെൽറ്റ് താൻ നമ്മൾ കേട്ടാച്ച്. അത് രണ്ടാമത്. പിന്നെ അതിനായിട്ട് നമ്മൾ എന്നാ കേട്ടാച്ച്? നമ്മൾ രണ്ടാമത് കേട്ടത് എന്നത് ബ്രസ്റ്റ് പ്ലേറ്റ്, അതായത് നമ്മുടെ കവചം. അല്ലെങ്കിൽ നമ്മൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് തീയമ്പുകൾ നമ്മുടെ നേരെ വരുമ്പോൾ ആ തീയമ്പുകളെ കെടുത്തണമെന്നുണ്ടെങ്കിൽ അത് എപ്പടി കെടുത്താൻ പറ്റും? ആണ്ടവരുടെ റൈച്ചസ്നെസ് അല്ലെങ്കിൽ ആണ്ടവരുടെ നീതിയിൽ താൻ നമുക്ക് അത് കെടുത്താൻ പറ്റും. അതല്ലാതെ നമുക്ക് കെടുത്താൻ പറ്റത്തില്ല. അത് കെടുത്താൻ വേണ്ടി നമുക്ക് എന്നെ വേണം? ആണ്ടവരുടെ നീതിയുടെ കവചം താൻ നമ്മൾ ധരിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എന്തുവാണ് എന്ന് ചൊല്ലിയാൽ, നീ സുവിശേഷം നീ അറിയിക്കണം. സുവിശേഷം അറിയിക്കാൻ വേണ്ടി ആണ്ടോട് ഇന്ത്യ ചൊല്ലിക്കുക. എന്ത് സുവിശേഷം എപ്പോഴും അറിയിക്കണം? അത് സമാധാനത്തിന്റെ സുവിശേഷം. അല്ലെങ്കിൽ നീ അത് അഗ്രസീവായിട്ട് അല്ല പേശേണ്ടത്. നീ സമാധാനത്തോടെ ചൊല്ലി അത് അവർക്ക് ബോധ്യമാവുന്ന വണ്ണം നീ അവരോട് പേശിടണം. എപ്പോഴുമേ ആൾക്കാർ വളരെ 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 പെരിയ ശബ്ദത്തിൽ പേശുന്നത് കുഴപ്പമില്ല. നമ്മൾ ആ ശബ്ദത്തിൽ നമുക്ക് സമാധാനം കിട്ടണം. അതായത് ആണ്ടോടെ വചനം വരുമ്പോൾ നമുക്ക് സമാധാനം വേണം. സമാധാനം എന്താ ഇവിടെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് 15 വാക്യത്തിൽ ഇംഗ്ലീഷ്, above all talking the shield of faith wherewith 15 and your feet should with the preparation of the gospel of peace. ഇங்கே പീസ് അതെ സമാധാനം. പീസ് എന്ന് ചൊല്ലിയാൽ സമാധാനം. എന്തുകൊണ്ട് പീസ്? സമാധാനം. അത് സമാധാനം ആരുടേതാ? നമ്മൾ വചനം വാസിക്കുമ്പോൾ നമുക്ക് എന്നാ പിടിയത്? ആണ്ടോർ താൻ സമാധാനം. ആര്? ആണ്ടവരായ യേശു ക്രിസ്തു താൻ സമാധാനം. അവൻ താൻ സമാധാനം. അവന് മറ്റും താൻ സമാധാനം തരാൻ പറ്റുന്നു. വേറെ ആർക്കുമേ സമാധാനം തരാൻ മുടിയാതെ. അന്നേരം ആ സമാധാനം നമ്മൾ എന്നാ പണം? അത് കാലിലിട്ട് നമ്മൾ എന്നാ പണം? സമാധാനത്തോടെ ആണ്ടവരെ പറ്റി പേശണം. അന്നേരം അതായത് നമുക്ക് സമാധാനം, അതായത് സമാധാനത്തോടെ നമ്മൾ വേണം നമ്മൾ ചെയ്യാൻ. ചിലർ നമ്മൾ പേശുമ്പോൾ പെരിയ ഓപ്പോസിഷൻ അല്ലെങ്കിൽ നമുക്ക് എതിർപ്പുകൾ വരാനിട വരും. അന്നേരം നമ്മൾ അഗ്രസീവ് അല്ലെങ്കിൽ നമ്മൾ അത് ചൂടാവാതെ അത് ശാന്തമായിട്ട് സമാധാനത്തോടെ നമ്മൾ എന്നാ പറയണം? അവരോട് എന്നാ പറയണം? ആണ്ടവരുടെ സുവിശേഷം ചൊല്ലണം. അന്നേരം നമ്മളിപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ എന്നാ വാസിച്ച്? ആണ്ടവരുടെ സമാധാനം നമ്മളിൽ വേണം. ആണ്ടവരുടെ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇടാൻ മുടിയാതെ. ആണ്ടവരുടെ സമാധാനം താൻ നമുക്ക് ரொம்ப தேவைப்படுന്നത്. അന്നേരം ആണ്ടവരുടെ സമാധാനത്തിൽ നമുക്ക് ഏത് പെരിയ സണ്ടേ ഇരുന്നാലും നമ്മൾ സമാധാനത്തിൽ പേശിയാൽ എന്നെ പറ്റും? അത് കെട്ടിടും.
അല്ലെങ്കിൽ അവരുടെ കോപം തീർന്നിടും. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ கிடைக்காத காரியம் என்ன தெரியுமா? சமாதானம் தான் இல்லை, கிடைக்காது. எல்லாரும் என்ன சொல்லுது? சமாதானம் வேணும், சமாதானம் வேணும், சமாதானம் வேணும், பீஸ் 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 എന്ന് നമ്മൾ എല്ലാവരും എന്നെ കാണിക്കുക, 2 വിരൽ ചൂണ്ടിക്കാണിക്കുക, സമാധാനം സമാധാനം സമാധാനം. സമാധാനം എங்கே ഇരിക്കും? സമാധാനം നിന്റെ ഹൃദയത്തിലേ ഇരിക്കാതെ. എന്തുകൊണ്ടിരിക്കാതെ? നിനക്ക് ഹൃദയത്തിൽ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ആര് നിന്റെ ഹൃദയത്തിൽ വേണം? ആണ്ടവർ താൻ നിന്റെ ഹൃദയത്തിൽ വേണം. നിന്റെ ഹൃദയത്തിൽ സമാധാനം ഇരിക്കുന്നുണ്ടെങ്കിൽ നീ സമാധാനത്തിൽ പേശുമ്പോൾ അവർക്കും സമാധാനം വരും. അതായത് സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ആണ്ടവരെ നീ ധരിക്കണം. അതായത് ആണ്ടവരുടെ സമാധാനത്തെ നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ ആണ്ടവരെ നമ്മളെ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ആണ്ടവരെ ആ സമാധാനത്തിൻ്റെ ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നീ പാത്താച്ചാൽ എന്തുകൊണ്ട് ഇത് ഷൂ തന്നെ വേണമെന്ന് ചൊല്ലിയത്? ഷൂ നമ്മൾ എന്നാ പറ്റുക? ഷൂ നമ്മൾ ചെരുപ്പ് എന്തിന് നമ്മൾ കാലേ ഇടുക? അതായത് എല്ലാ ചീത്ത കാര്യങ്ങളിലും കൂടെ മേളിൽ കൂടെ പോകുന്ന കാര്യം താൻ ചെരുപ്പ്. അതായത് നമ്മൾ എங்கே പോയാലും റോഡിൽ അഴുക്കിരിക്കുക അല്ലെങ്കിൽ ரொம்ப അത് ഡേർട്ടി ആയിട്ടിരിക്കുക, അപ്പടി ഇരിക്കുമ്പോൾ നമ്മൾ എന്നാ പണും? നമ്മൾ ചെരുപ്പില്ലാതെ പോകുമ്പോൾ നമ്മൾ അതിലെ ചവിട്ടിയിടും. എന്നാൽ ചെരുപ്പ് ഇരിക്കുക എന്നുണ്ടെങ്കിൽ എന്നെ പറ്റും? അതിൻ്റെ മുകളിൽ കൂടെ പോയാൽ നമുക്ക് ഒന്നുമേ പറ്റാതെ, കാരണം ചെരുപ്പ് താൻ അത് കവർ പണ്ണത്. അന്നേരം നമ്മൾ വിചാരിക്കണം, അതുകൊണ്ട് താൻ ആണ്ടോട് ചൊല്ലുന്നത് നീ സമാധാനത്തിൻ്റെ ചെരുപ്പ്. അതായത് അന്നേരം നമുക്ക് എതിർപ്പുകൾ നമുക്ക് വന്നിടും, നമുക്ക് സമാധാനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വന്നിടും. നമ്മൾ അന്നേരം എന്നാ പറയണം? ആ സമാധാനത്തിൽ അവർ നമ്മളോട് ചൊല്ലുന്നത് എത്ര തപ്പാണെങ്കിലും എത്ര ഡേർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ എത്ര നമുക്കത് കേൾക്കാൻ മുടിയാത്ത വാക്കാണെങ്കിൽ തന്നെയും നമ്മൾ എന്നാ പറയണം? അതിൽ കൂടെ നടക്കുമ്പോൾ എപ്പോഴും നടക്കണം? ആണ്ടവരുടെ സമാധാനത്തിൻ്റെ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് നീ കാലിൽ വെച്ചിടണം. ആണ്ടവരുടെ സമാധാനത്തിൻ്റെ ചെരുപ്പ് നിന്റെ കാലിൽ വെച്ചിടുമ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? നിനക്ക് ഒന്നുമേ പറ്റാതെ, നിന്റെ കാല് ചെളിയിൽ പോകാതെ, നീ ചെളിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ മഡിൽ തമിഴിൽ ഞാൻ വിചാരിക്കും ചെളിയിലാണ്, അത് ചെളിയിൽ കൂടെ നീ പോയാൽ ചെളി നമ്മുടെ കാലിൽ നമ്മൾ പിരളുവാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ക്ലീൻ അല്ലാത്ത സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? കാലെ മുള്ളു കൊള്ളിടുമോ? അല്ലെങ്കിൽ കാലെ കല്ല് കൊള്ളിടുമോ? അല്ലെങ്കിൽ കാലയിൽ നമുക്ക് എന്തെങ്കിലും കൊള്ളുന്ന എന്തെങ്കിലും നമ്മൾ പറ്റുമോ? ഈവൻ നമ്മൾ പാമ്പിനെ വേണമെങ്കിലും നമ്മൾ ചവിട്ടിക്കൊന്നിടാം. നമുക്ക് അത് ചെയ്യണമെങ്കിൽ എന്നാ വേണം? അത് എപ്പോഴും ചവിട്ടാൻ പറ്റും? ഒരു പാമ്പിനെ നമുക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കടിക്കാൻ വരുമ്പോൾ ചവിട്ടുമ്പോൾ എപ്പോഴും വേണം? നമ്മുടെ കാലിൽ ചെരുപ്പ് വേണം. അതായത് ശത്രു നമ്മളുടെ പല വിധമായ രീതിയിൽ വരും. അല്ലെങ്കിൽ ഒരു തേള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ മണ്ണിൽ കൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് എതിരായിട്ട് വരുമ്പോൾ അത് നിനക്ക് അതിനെ നിനക്ക് എന്നാ പറ്റാൻ പറ്റും? അതിനെ ചവിട്ടി മെതിച്ചിടാം. ചവിട്ടി മെതിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? ഷൂ കണ്ടിപ്പായി വേണം. ഷൂ ഇല്ലാതെ അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇங்கே അതിന് വലിയ മഹത്വം ഇരിക്കും. നമ്മുടെ ശത്രു നമ്മളെ അറ്റാക്ക് വരും. അത് കീഴേ കൂടെ വരും. നമ്മൾ തീയമ്പ് നമ്മൾ വാസിച്ചു, നമ്മൾ ബെൽറ്റിനെ പറ്റി നമ്മൾ വാസിച്ചു. അതില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ മുടിയാതെ. അതേപോലെ തീയമ്പ് നമ്മളെ എതിർത്ത് വരുമ്പോൾ അതിനെ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ വേണം? അതിനു വേണ്ടി നമുക്ക് ആ തീയമ്പിനെ എതിർക്കാനുള്ള ഉടുപ്പ് അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ അതിനെ കവചം നമ്മൾ വേണം. ഇനി മൂന്നാമത്തെ അതായത് ഭൂമിയിൽ അതായത് ഈ നമ്മൾ പോകുന്ന എല്ലായിടത്തുമേ എന്തിരിക്കുകയും എല്ലായിടത്തുമേ ശത്രു ഇരിക്കുക. പിശാച് ഏത് രീതിയിൽ വരുമെന്ന് നിങ്ങൾക്ക് தெரியாது. പിശാച് വരാത്ത ഒരിടം പോലും നിനക്കില്ല. കാരണം നിനക്ക് നല്ലപോലെ ആര് താൻ ഈ ലോകത്തിൻ്റെ അധിപതി പിശാച് താൻ.
പിശാചിനെ ആണ്ടവർ എന്നാ ചെയ്താച്ച്? അവൻ മൃഗമായിട്ട് അല്ലെങ്കിൽ ഒരു പാമ്പായിട്ട് വന്നപ്പോൾ അവന് കൊടുത്ത ശാപം എന്താ? നീ മണ്ണിൽ കൂടെ താൻ പോവും, നീ മണ്ണ് താൻ നീ തിന്നും, നിന്റെ ആഹാരം തന്നെ മണ്ണ് താൻ. അവൻ എന്നാ പാക്കും? നിങ്ങൾ നല്ലപോലെ പാത്തിടണം. നിങ്ങൾ പാമ്പിനെ അടിക്കാൻ പോകുമ്പോൾ, പാമ്പിനെ കൊല്ലാൻ പോകുമ്പോൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ അതിനെ അടിക്കണം. കെയർഫുൾ എന്ന് ചൊല്ലിയാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പണണം. എന്നെ തിരുമാ, അതിനെ നീ ചിന്നതായിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ അതിനെ ചെറുതായിട്ട് അടിച്ച് നോവിച്ചു വിട്ടാൽ അത് നിന്നെ കടിച്ചിടും, കണ്ടിപ്പായി നിന്നെ കടിച്ചിടും. എന്നിട്ട് നമ്മൾ എന്നാ പണണം? നമ്മൾ ഇടുന്ന ഷൂ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ചെരുപ്പ് വെച്ച് അതിൻ്റെ തലയെ മെതിച്ചിടണം. മെതിച്ചിടണമെന്ന് പറഞ്ഞാൽ അതിനെ ചവിട്ടി അരച്ചിടണം. ഹിന്ദിയിലെ ഒരു ആൾക്കാർ ചൊല്ലുകഴിഞ്ഞാൽ നീ പാമ്പിനെ കൊല്ലുമ്പം അതിന് തല ചതച്ചിടണം. അത് ചതച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ണിൽ, എനിക്ക് അത്ര ശരിയായിട്ട് தெரியாതെ, കണ്ണിൽ കൂടെ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ കണ്ണിൽ ആ ഫോട്ടോ കാണാം. അതിൻ്റെ പേര് വരുമ്പോൾ അതിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അവൻ എന്ത് പാത്തരും? ആര് വന്ന് നമ്മളെ അറ്റാക്ക് പണി, എൻ്റെ പാർട്ട്ണറെ അറ്റാക്ക് പണി എന്ന് വിചാരിച്ച് അതെന്നാ പറ്റും? അത് ആ കണ്ണിൽ കൂടെ പാത്തിട്ട് അവനെ പോയി കഴിച്ചു. അത് അപ്പടി പല കേസ് നടന്നാച്ച്. അതായത് നമ്മുടെ ശത്രു നമ്മളെ എപ്പം വേണമെങ്കിലും ആക്രമിക്കാം. അത് അവൻ തന്നെ ആക്രമിക്കണമെന്നില്ല, വേറെ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്നാ പണ്ട, നമ്മൾ ആ പാമ്പിനെ കൊല്ലുമ്പോൾ അവന് തല നല്ലപോലെ, അതുകൊണ്ട് തന്നെ നീ അവൻ്റെ തലയെ ചതച്ചിടും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് എല്ലാമേ കംപ്ലീറ്റ് പോയിടണം. അത് എപ്പടി ചെയ്യാൻ പറ്റും? നീ സമാധാനത്തിൻ്റെ ഷൂ നിന്റെ കാലിൽ ചെരുപ്പായിട്ട് ഇടുമ്പോൾ, അതായത് നീ സമാധാനത്തിൻ്റെ ചെരുപ്പ് നിന്റെ കാലിൽ ഇടണം. നമ്മുടെ യുദ്ധത്തിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എത്രയോ കാര്യങ്ങളുണ്ട്, അവയെല്ലാം നമ്മളെ കടിക്കാൻ വരും. അതിന് നമ്മൾ എന്നാ പറയണം? നമ്മൾ കാലുകൊണ്ട് മരിച്ചണം. അത് ഏത് സമാധാനത്തിൻ്റെ ചെരുപ്പ് കൊണ്ട് താനെങ്കിൽ വേണം. എങ്കിൽ നമ്മൾ 15-ാം വാക്യം തന്നെ നമ്മൾ വാസിച്ചത്. ഞാൻ 16-ാം വാക്യത്തിലേക്ക് പോയില്ല, എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച്. ഞാനത് മൂന്നാമത്തെ പോയിന്റ് നിങ്ങളോട് ചൊല്ലിയാച്ച്. ആണ്ടോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ നമ്പർ 9791843308. അതാണ് എൻ്റെ നമ്പർ. എപ്പം വേണമെങ്കിലും കൂപ്പിടാം. വചനത്തിൽ നമ്മൾ വിസാരിച്ച് ആണ്ടോർ നമുക്ക് വചനം തരുന്നത് അത് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്നാ പറ്റും? ശത്രുവിനോട് എപ്പടി നമ്മൾ എതിർക്കാൻ പറ്റും എന്ന് നമുക്ക് ആണ്ടോർ ചൊല്ലുക. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം, ആണ്ടവർക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ആണ്ടവരുടെ സമാധാനം നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ആ സമാധാനത്തിന് ചെരുപ്പ് ഉപയോഗിച്ച് അവൻ്റെ ഗോസ്പൽ നമുക്ക് നടത്തിയിടാം. ആണ്ടവരുടെ നാമത്തിൽ പരമപ്പെടട്ടെ. ആമീൻ.